ജോസ്, അങ്ങനെ ലോകത്തെ ഒന്നാം നമ്പർ T20 ടീമിൻ്റെ രണ്ടാമത്തെ വൈറ്റ് വാഷും സംഭവിച്ചു. അതായത് അയർലൻഡിനോട് തോറ്റു, ഇംഗ്ലണ്ടിനോടും തോറ്റു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് മറ്റേ പഴയ സിനിമയെ പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളൊരു ചോദ്യത്തിനോ അതിൻ്റെ ഉത്തരത്തിനോ അതിൻ്റെ താത്വികത്തിനോ ഒന്നും പ്രസക്തിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഒരു കളിയെങ്കിലും ജയിച്ച് വിന്നിങ് ഇതിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ ഈ ടീമിന് ഇനി ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിക്കാം. കാര്യം നമുക്കത് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ലാസ്റ്റ് കളി, അവസാനത്തെ കളിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം ഹൈയും അല്ലെങ്കിൽ ലോ ആകാതെ നിൽക്കുന്നത് എപ്പോഴായിരിക്കും. ഒന്ന്, ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, ഞാനേ ജയിക്കൂ എന്നുള്ള ആത്മവിശ്വാസം. ആ സമയത്ത് അവർ ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. രണ്ടാമത് എന്ന് വെച്ചാൽ പിന്നെ തോൽക്കുമെന്ന് തോന്നുന്ന ഒരു രീതിയിൽ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ, തോൽക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ പിന്നെ അതിൽ ആത്മവിശ്വാസം ഇല്ല. പക്ഷെ മൂന്നാമതൊരു കാര്യം കൂടെയുണ്ട്, എന്തായാലും തോൽക്കും എങ്കിൽ പിന്നെ ഒന്ന് നോക്കിയേക്കാം എന്നുള്ളൊരു ലൈൻ വരുമ്പോഴാണ് ഒരു അറ്റാക്ക് നടക്കുന്നത്. ആ അറ്റാക്ക് അവസാനത്തെ കളിയിൽ നമ്മൾ കണ്ടു. കാര്യം 257 റൺസും എടുത്തിരുന്നല്ലോ, 250 മുകളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്തിപ്പിടിക്കാൻ ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരമാവധി തിരിച്ചു ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ശ്രമം, അത് ആത്മവിശ്വാസവും കൂടെ ചേർന്ന് വരും. അതായത് എന്തായാലും മരിക്കും എങ്കിൽ പിന്നെ അടിച്ചിട്ട് മരിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് ആക്രമിച്ചിട്ട് മരിക്കാം എന്നുള്ള രീതിയിലുള്ള മാനസികമായിട്ടുള്ള ആ മൈൻഡ് ഗെയിം അവിടെ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ കളിയിൽ ഇന്ത്യക്ക് അത്രയും എത്താൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും ആ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു മാനസിക നിലയാണ് ഇന്ത്യയെ തകർത്തത് എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ ടീമിൻ്റെ ഈ അയർലൻഡ് പരമ്പര ആരംഭിച്ചതിന് ശേഷമുള്ള കളിക്കളത്തിലെ ബോഡി ലാംഗ്വേജ് ശരിക്കും നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിജയിക്കാൻ ആർക്കും ഒരു ആത്മവിശ്വാസമില്ല, ഗ്രൗണ്ടിലൊരു പോസിറ്റിവിറ്റി കാണുന്നില്ല. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനത്തെ കളിയിൽ ടോസ് കിട്ടി ശ്രേയസ് അയ്യർ ഒരു വളരെ ആത്മവിശ്വാസത്തിൽ, ശ്രേയസ് അയ്യരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ടോസിൻ്റെ ഒക്കെ സമയത്ത് അദ്ദേഹം വളരെ സന്തോഷിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ഓർക്കും അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിൽ നിൽക്കുന്ന പോലെയാണ്. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം ഫീൽഡിങ് തിരഞ്ഞെടുക്കുന്നു. ഒരു വിക്കറ്റ് തുടക്കത്തിൽ പോയതൊഴിച്ചാൽ ആ ഇന്നിങ്സിൽ ആശ്വസിക്കാൻ ഒരു വക പോലും ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഈ ഫോമിലല്ലാത്ത ബാറ്റ്സ്മാൻമാരെ ഫോമിലാക്കാൻ ഇന്ത്യൻ ടീമിനോടും കഴിവ് മറ്റൊരു ടീമിനുമില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഇന്നലത്തെ ജോസ് ബട്ട്ലറുടെ ഇന്നിങ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് മുതൽ ഇംഗ്ലണ്ട് ടീമിനൊരു ബാധ്യതയാണ് എന്ന് വരെ അവരുടെ മാധ്യമങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ താരമാണ് ജോസ് ബട്ട്ലർ. ഇന്നലെ അദ്ദേഹം കളിച്ച കളി പഴയ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നൊരു ഇന്നിങ്സാണ് ജോസ് ബട്ട്ലർ കളിച്ചത്. അങ്ങനെ നമ്മൾ ഈ പണ്ട് ഓസ്ട്രേലിയൻ താരങ്ങളൊക്കെ വരുമ്പോൾ പറയുമായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു പരമ്പര കളിച്ചാൽ മതി, അവർ ഫോമിലായിക്കോളുമെന്ന് എന്ന് പറഞ്ഞതുപോലത്തെ ഉള്ള ഒരു ബോളിങ്. എനിക്ക് തോന്നുന്നു അക്സർ പട്ടേൽ, നമ്മുടെ ഒരു താരത്തിൻ്റെ പേരെടുത്താൽ ഈ പരമ്പരയിൽ ഒരു മത്സരത്തിൽ അക്സർ പട്ടേൽ ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞിരുന്നു. ഇന്നലത്തെ അക്സർ പട്ടേലിൻ്റെ ബോളിംഗ് കണ്ടു. പ്രിൻസ് യാദവ് നമ്മളേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന കാലമാണ്. 4 ഓവറിൽ 60 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 33 റൺസ്. അതുപോലെ തന്നെ ഷെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യൻ ഷെഡ്ജ് എന്ന് പറഞ്ഞ താരം. ശിവം ദുബെ 2 വിക്കറ്റ്. അത് 1 ഓവറിൽ 22 റൺസ് വിട്ടുകൊടുത്തിട്ടാണ് 2 വിക്കറ്റ്. ആരുടെയും ആശ്വസിക്കാൻ ഒരു പ്രകടനമില്ല. 257 റൺസിന് മുകളിൽ ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുമ്പോൾ എങ്കിൽ ഞങ്ങളാ പറ്റുന്നൊരു 250 മുകളിൽ അവർക്ക് കൊടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ പന്തെറിയുന്ന കുറച്ചധികം ബോളർമാർ. ക്യാപ്റ്റൻസിയുടെ കാര്യം വളരെ ശോകമാണ്. ഒരു തന്ത്രവും ഇല്ലാത്ത രീതിയിൽ ശ്രേയസ് അയ്യർ നിസ്സഹായനായിട്ട് ഫീൽഡ് നിൽക്കുകയാണ്. പണ്ട് നേരത്തെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 2007 ഏകദിന ലോകകപ്പിലെ കാര്യം. ശേഷം ഒരുപാട് വർഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രത്യേകിച്ച് പരിമിത ഓവറിലൊക്കെ ആധിപത്യത്തോടെ കളിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ ഈ പരമ്പരയോടെ അത് തീർന്നിരിക്കുകയാണ്. എതിരാളികൾക്ക് ശരിക്കും മനസ്സിലായി ഇവർ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു സാധനം. അല്ല, ഇവരെ പൂട്ടാൻ എന്തൊക്കെ വേണമെന്നുള്ളത് അവർ മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ. പക്ഷേ അതൊക്കെ നേരിടാൻ കഴിയും. അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാര്യം ഈ പറയുന്ന പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ബാറ്റർമാരെ എടുത്താൽ ആരാണ് മോശം? അഭിഷേക്, വൈഭവ്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ്റെ ഇന്നലത്തെ ബാറ്റിംഗ് നല്ല ബാറ്റിംഗ്. അതെ, അത് മാത്രമല്ല അദ്ദേഹത്തിനൊരു മുഖത്ത് തന്നെ ആ ഒരു അത് ചെയ്യണം എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വായിക്കാമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ ആർച്ചറിനെതിരെ ഒരു 6 നല്ല രീതിയിൽ, അതായത് ആ ഒരു സ്ട്രൈറ്റ് 6, 3-ാമത്തെ ഓവർ. അതെ, നല്ലൊരു 6
അപ്പോൾ തിലക് വർമ്മയുടെ ക്ലാസ് അതിലത്ത് കാണാൻ കഴിയും. പക്ഷേ പ്രശ്നം ഇവർക്ക് എല്ലാവർക്കും ക്ലാസ് ഉണ്ട്, അവരെല്ലാം അറ്റാക്കിംഗ് ബാറ്റർമാരാണ്. പക്ഷേ അത് പുറത്തെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു നെടുന്തൂണോ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് നീ നിൽക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ടീമിലുണ്ടായിരുന്നില്ല. ടീമിലുണ്ടായേനെ ഇതിൽ ആരെങ്കിലും ഒരാൾ ഫോമിലായിരുന്നെങ്കിൽ, ഇതിപ്പോൾ ഒരാളും ഫോമിലായിരുന്നില്ല. ആരെങ്കിലും ഒരാൾ ഒരു ആങ്കർ റോളിൽ ഈ ഒരു സീരീസിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ പോയത്. ഉറപ്പായിട്ട് അതുണ്ടായില്ല. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതായത് കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ നിലാവത്തഴിച്ചു വിട്ട കോഴി എന്ന് പറയുന്ന നമ്മുടെ പ്രയോഗത്തിൽ അതുവഴി ഇവർ വരുന്നു പോകുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇന്നലെയാണ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കുറച്ചെങ്കിലും ഈ UK പരമ്പര ആരംഭിച്ചതിന് ശേഷം കണ്ടത് ഈ ഒരു മത്സരത്തിൽ. അതെ, അത് ജയിക്കത്തില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള ഒരു സ്പിരിറ്റായിരുന്നു. കാര്യം വെച്ചാൽ എന്തായാലും ജയിക്കില്ല എങ്കിൽ പിന്നെ അടിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അത് ഇന്നലെ ഇവർക്ക് കഴിയാത്തതല്ല. സംഭവം കോൺഫിഡൻസ് ലെവലിൻ്റെ പ്രശ്നമാണ്. മൈൻഡ് ഗെയിമിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്, യാതൊരു സംശയവുമില്ല. നമ്മൾ ആഗ്രഹിച്ചൊരു മാറ്റം ഇന്നലെ കണ്ടു. സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തി. സഞ്ജു സാംസണ് 27 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. എന്നിരുന്നാലും സഞ്ജു സാംസണിൻ്റെ ഈ 27 റൺസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ താരം നമുക്കറിയാം IPLലൊക്കെ മികച്ച പ്രകടനം നടത്തി തിരിച്ചു വന്നു. 3 മത്സരങ്ങൾ മോശം പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ടീമിൽ നിന്ന് പുറത്താകുന്നു. പിന്നീട് ഒരു മടങ്ങി വരുമായിരുന്നു. സഞ്ജു ഇപ്പോഴും താൻ പഴയ സഞ്ജു ആണെന്ന് തെളിയിക്കുകയാണ്. ടീമിലൊന്ന് സ്ഥാനം ഉറപ്പിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ സ്കോർ വേണം. പക്ഷേ T20ക്ക് എന്താണോ ആവശ്യം, തൻ്റെ ടീമിന് എന്താണോ ആവശ്യം എന്നതുപോലെ തന്നെ സഞ്ജു സാംസൺ തൻ്റെ നിലപാടുകളുടെ രീതികളിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇന്നലെയും സഞ്ജു അത് തന്നെയാണ് ചെയ്തത്. സഞ്ജു പുറത്തായതും ആ രീതിയും ഒന്നും നമ്മൾ ചർച്ചയാക്കുന്നില്ല. പക്ഷേ സഞ്ജു സാംസൺ 27 റൺസ് എടുത്ത ആ ഇന്നിങ്സിന് ഒരു പക്ഷേ സിംബാബ്വെ സീരീസ് കഴിഞ്ഞ് അദ്ദേഹത്തിന് അവിടെ സ്ഥാനമില്ല, ചിലപ്പോൾ ആ റിസൾട്ട് ഉണ്ടാവും. കാരണം സഞ്ജു സാംസൺ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ആരാധകരും അദ്ദേഹത്തിൻ്റെ മുറവിളി കൂട്ടുന്ന ക്രിക്കറ്റ് വിദഗ്ധരുമൊക്കെ പറയുന്ന ഇതാണ്, ഈ സഞ്ജു ടീമിൽ വേണം. കാരണം ഇതുപോലെ ഇന്ത്യൻഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരം നിലവിൽ നമ്മുടെ സ്ക്വാഡിൽ കുറവാണ്. ആ സഞ്ജു സാംസണിൻ്റെ എന്തായാലും ഒരു ഭേദപ്പെട്ടൊരു ഇന്നിങ്സ് കുറച്ചധികം നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടു. അതൊരു സന്തോഷം നൽകുന്ന. അതെ, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ബാറ്റർമാരെ ഇംഗ്ലണ്ട് ബൗളർമാർ പൂട്ടിയത് ഷോർട്ട് പിച്ച് പന്തുകൾ എറിഞ്ഞു. ഷോർട്ട് പിച്ച് പന്തുകളും അവിടെ ഷോർട്ട് പിച്ച് പന്തുകൾ ഇന്ത്യക്കാർക്ക് അത്ര പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ പണ്ട് കാലത്തായിരുന്നു, ഒരു സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ താരങ്ങളുമൊക്കെ വന്നതിന് ശേഷം രോഹിത് ശർമ്മയുടെ പുള്ളും ഹുക്കും എല്ലാം കണ്ട ഒരു പുതിയ തലമുറ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഷോർട്ട് പിച്ച് പന്തുകൾ ഇന്ത്യക്ക് അത്ര പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഈ ഷോർട്ട് പിച്ചും ബൗൺസും കൂടെ വരുന്ന ട്രാക്ക്, നല്ല ബൗളർമാർ, ഇത് വരുമ്പോൾ ഒന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ അവിടെയും സഞ്ജുവിൻ്റെ 2 ഷോട്ടുകൾ അത് ഇന്നലെ ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും വളരെ അതായത് അത്ര എളുപ്പം സിക്സറിന് തൂക്കാൻ പറ്റുന്ന പന്തുകളായിരുന്നില്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ജോസ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ, സഞ്ജു ഈ 3 കളികളിൽ മോശമായതല്ല പ്രശ്നമായത്. ആക്ച്വലി സഞ്ജു 3 കളികളിൽ ഈ ഗോൾഡൻ ഡക്ക് ഉൾപ്പെടെയുള്ള രീതിയിൽ ചെറിയ സ്കോറിൽ പുറത്തായത്. അതെ, വളരെ ചെറിയ സ്കോറിൽ സഞ്ജു ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ ഒരു 10 കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ മതി. ഇത് ഒരു താരം പുറത്താകുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം 100 അല്ലെങ്കിൽ അദ്ദേഹം 0 എന്നുള്ള ലെവൽ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അവിടെ വരുന്നത്. മറ്റുള്ളവർക്കും നമുക്കുമൊക്കെ ഇതൊരു എന്താ പറയുക, ഒരു വിശ്വാസ്യതയില്ലാത്ത ഒരാളാണോ എന്ന് തോന്നൽ. നമ്മൾ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുകയും അതിനൊപ്പം തന്നെ നമ്മൾ ഇകഴ്ത്തുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അതിൻ്റെ ഒരു സാഹചര്യം ഇതാണ്. അദ്ദേഹം 1-2 പന്തിനുള്ളിൽ തന്നെ അദ്ദേഹം കയറി പോകുന്ന രംഗം ഉണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞ 3 കളികൾ അദ്ദേഹം ഒരിക്കലെങ്കിലും ഒരു 10ഓ 15ഓ റൺസ് എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം പുറത്താകുമായിരുന്നില്ല. കാര്യം അതൊരു മോശം കണ്ടീഷനിൽ പുറത്താവുകയാണ്. അതേസമയം വൈഭവ് അങ്ങനെ പുറത്തായില്ല. 15 റൺസ് അത് 6 ഒക്കെ അടിച്ച് T20 ഒരു 15 റൺസ് എന്ന് പറയുന്നത് ചെറിയ കാര്യം. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ 2007 വേൾഡ് കപ്പ് ഫൈനല് അന്ന് എൻ്റെ ഓർമ്മയിൽ യൂസഫ് പത്താൻ ഓപ്പണിംഗ് ഇറങ്ങി 6. അതെ, അതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ അത് വലിയ സ്കോറല്ല. പക്ഷേ അത് മാത്രമല്ല, ഫൈനൽ റിസൾട്ടിൽ അത് നിർണായകമായി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് ഗോൾഡൻ ഡക്ക് ആയിരുന്നു. ബാക്കി 5 താഴെയാണ് അല്ലേ? അത് 2 കളിയിലും എന്തായാലും 10 റൺസിൽ മുകളിൽ പോയിട്ടില്ല. അതെ, അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ടീമിന് വേണ്ടി നിൽക്കുന്ന ഒരാളെ ആദ്യം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കും. പിന്നെ പൊതുവെ ഈ ഒരു ടീമിൻ്റെ ഈ തോൽവികളിൽ നിന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, അയർലൻഡിനോട് തോറ്റതിൽ തുടങ്ങി. കാര്യം അവിടെ ഇന്ത്യൻ ടീമിൻ്റെ ആത്മവിശ്വാസം കഴിഞ്ഞു. ആ ഒരു സീരീസ് അതായത് കയ്യിൽ നിന്ന് പോയതോടുകൂടി ഇന്ത്യൻ ടീമിൻ്റെ മൈൻഡേ പോയി.
പിന്നെ അതിലേക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ല. അതാണ് സത്യാവസ്ഥ. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരൊറ്റ മത്സരം വിജയിച്ച നമുക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, ആ രണ്ടാമത്തെ അയർലൻഡിനെതിരെയുള്ള രണ്ടാമത്തെ മത്സരം 1 റൺസിന് തോറ്റില്ലേ, അത് വിജയിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഇതിന്റെ ഫലം ഇങ്ങനെ ആവില്ലായിരുന്നു. ഒരു കാര്യം ചോദിക്കണം, ഈ ഒരു ടീമിൽ നമ്മൾ പൊതുവെ ബാറ്റ്സ്മാൻമാരെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചു. നമ്മൾ ബോളർമാരെ കുറിച്ച് പറയുമ്പം വിദേശ സാഹചര്യങ്ങളിൽ എങ്ങനെ പന്തെറിയണം എന്നറിയാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ശരിക്കും നമ്മൾ പ്രിൻസ് യാദവിനോടും അതുപോലെ തന്നെ ഈ ഹർഷിത് റാനയോടും ഒക്കെ കാണിക്കുന്ന ശരിക്കും ക്രൂരതയാണ്. അതുപോലെ തന്നെ സൂര്യൻ ഷെഡ്ജ് എന്ന് പറയുന്ന ബോളർ, ഇവരെയൊക്കെ വിദേശ സാഹചര്യത്തിൽ, അത് ഇംഗ്ലണ്ട് പോലത്തെ ഒരു ടീമിനെതിരെ കൊണ്ടാണ് പന്തെറിയിക്കുന്നത്. നാട്ടിൽ അത്രത്തോളം എന്താ പറയുക, അവരുടെ പിന്നെ ഡെബ്യൂ ഇവിടെയാണ്. അത് ഒരു ശരിക്കും അവരോട് കാണിക്കുന്ന ഒരു ചതി തന്നെയാണ്. അതെ, ബോളിംഗ് യൂണിറ്റിൽ ജസ്പ്രീത് ബുംറ ഓഫ് കോഴ്സ് നമുക്ക് ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തിന് മടങ്ങി വരുമുണ്ടാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു കുറവ് നമുക്ക് ബോളിംഗ് യൂണിറ്റിൽ കാണാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ബൗളിംഗ് യൂണിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? അവിടെ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നുമില്ല പറയാം. അതായത് അവിടെ ആകെ കൂടെ ഹർഷദീപ് സിംഗ് മാത്രമാണ് എന്തെങ്കിലും ഒരു മിന്നലാട്ടങ്ങളെങ്കിലും കാണിച്ചിട്ടുള്ളത്. ബാക്കി ബൗളർമാരെന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതായത് സ്പിൻ നിരയ്ക്ക് പേര് കേട്ട ഇന്ത്യ, ഒരുപാട് ലോകോത്തര സ്പിന്നർമാരെ സൃഷ്ടിച്ച ഇന്ത്യൻ സ്പിന്നർമാർ അവിടെ കിടന്ന് തല്ല് വാങ്ങി കൂട്ടുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പാർട്ട് ടൈം സ്പിന്നർമാർ ഒരുമാതിരി മുരളീധരനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അതായത് വിൽ ജാക്സിന്റെ പന്തുകൾ വിൽ ജാക്സ് അവിടെ ആദിൽ റഷീദ് സ്പിന്നർ ആണെന്നെങ്കിലും പറയാം. പക്ഷെ വിൽ ജാക്സ് ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിലുള്ള ഒരാളാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പിൻ കണ്ടാൽ തന്നെ കളിക്കാൻ പറ്റുന്നില്ല. സ്പിന്നർമാരെ കളിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്പിന്നർമാരെ ഉൽപ്പാദിപ്പിച്ച ഒരു രാജ്യം എന്ന പേര് കേട്ട ഇന്ത്യ, പക്ഷേ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഇന്ത്യയുടെ സ്പിന്നർമാരോ തല്ലുവാങ്ങി കൂട്ടുകയാണ്. ഒരിടത്ത് പോലും ഒരു മേധാവിത്വം ഉണ്ടാക്കാൻ ഈ ഒരു സ്പിന്നർമാർക്ക് പോലും പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് എപ്പോഴും അക്സെപ്റ്റ് പട്ടേൽ മാത്രമാണെന്ന് തോന്നുന്നു ഒരു മത്സരത്തിൽ നന്നായിട്ട് ഭേദപ്പെട്ട രീതി പന്താണ്. നമുക്ക് വരുൺ ചക്രവർത്തി ഈ പറഞ്ഞ പോലെ നമുക്ക് ടീമിൽ ഒരു സമയത്ത് വരുൺ ചക്രവർത്തിയുടെ പന്തുകളെ നേരിടാൻ ബാറ്റ്സ്മാൻമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞു. വരുൺ ചക്രവർത്തിയുടെ ആ മിസ്റ്ററി പൊളഞ്ഞതോടെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസേ പോയി. അദ്ദേഹം ഗ്രൗണ്ടിൽ വേറെ ആരെയോ പോലെ പന്തെറിയുന്നു. രവി ബിഷ്ണുവിടെ കാര്യം മനസ്സിലാക്കുന്നു. അതിനിടയ്ക്ക് കുൽദീപ് യാദവ് ഒരു സമയത്ത് നല്ലതായിട്ട് തിളങ്ങി വന്നാണ്. കുൽദീപ് യാദവിന് പലപ്പോഴും കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നത്. കുൽദീപ് യാദവ് വരുന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിലാണ് കുൽദീപ് യാദവിന്റെ സ്ഥാനം. പ്രസീദ് കൃഷ്ണ, എനിക്ക് നമ്മുടെ ബോളിംഗ് യൂണിറ്റിൽ ഏതെങ്കിലും ഒരു ബോളർക്ക് എനിക്കൊന്ന് ഈ ഹർഷ്ദീപ് സിംഗും മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് T20 ടീമിൻ്റെ ഭാഗമായിട്ട്. ബാക്കി പല താരങ്ങളും വന്നു പോവുകയാണ്. ആർക്കും സ്ഥിരമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് അവരെ മോൾഡ് ചെയ്ത് എടുക്കുന്നില്ല. ഇതെല്ലാം ബോളിംഗ് യൂണിറ്റിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ടീമിൻ്റെ ഒരു പ്രശ്നമെന്ന് ചിലപ്പോൾ നമ്മളിപ്പോൾ ടീമിൽ കളിക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് കളിക്കാരെ മാത്രം കുറ്റം പറയുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. കളിക്കാരെ മാത്രം വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് മാത്രമാണ് എന്ന് കരുതിയിട്ട കാര്യമില്ല. ഇത് എല്ലാവരും കൂടെ ചേർന്ന നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. കളിക്കാർക്കുണ്ട് ഉത്തരവാദിത്വം, സെലക്ടർമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, കോച്ചിനുണ്ട്, ഈ പറയുന്ന എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഫീൽഡിങ് വളരെ മോശം ഇതുപോലൊരു മോശം ഫീൽഡിങ് മാത്രമല്ല, ഇന്നലെയും അതിന് മുന്നത്തെ കളിയിലും ഒക്കെ ബാൻഡന്റെ ഫീൽഡിങ് ആ ലോങ് ഓണിൽ ഒരു പന്ത് പോലും അദ്ദേഹത്തെ കടന്നു പോകത്തില്ല. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫീൽഡിങ്. ഇതിപ്പോ ശിവൻ ദുബെ തൊട്ടടുത്ത് വരുന്ന പന്ത് താഴെ വീണു, ഞാൻ ഇവിടെ മാറി നിന്നേക്കാം എന്നുള്ള രീതിയിലാണ് ശിവൻ ദുബെ. ക്യാച്ചിങ് വളരെ മോശമായി, ഫീൽഡിങ് വളരെ മോശമായി, ഒരു വേഗതയില്ല. അതെ, അതായത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലാത്ത ഇന്ത്യൻ ടീം. പിന്നെ അതിൽ കുറച്ചെങ്കിലും നമ്മൾ ഇത്തിരിയെങ്കിലും പിന്തുണയ്ക്കേണ്ടത് ശ്രേയസ് അയ്യരെയാണ്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു മാറി വരുന്ന ഒരു ടീമിനെ നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതായത് ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഇതുവരെ വന്ന ഇന്ത്യൻ ടീമിൽ നിന്നൊരു ചേഞ്ച് വരികയാണ്, പുതിയൊരു ടീമിലേക്ക് വരികയാണ്, ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ച് വരുന്ന സമയത്ത് ടീമിനെ നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ശ്രേയസിന് അത് കഴിഞ്ഞില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ശ്രേയസാണ് എന്തെങ്കിലും കളിച്ചിട്ടുള്ളതും. പക്ഷേ എന്നാലും ക്യാപ്റ്റൻസിയിൽ ശ്രേയസിന് ഈ ഒരു ഈ സമ്മർദ്ദം നേരിടാനോ ഈ പുതിയ ടീമിനെ പരിശീലിപ്പിച്ച് നേരെയാക്കാനോ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കൊരു പിന്തുണ കൊടുക്കാനോ ഒരു പ്രചോദനം നൽകാനോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞില്ല. ഇത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ദിവസങ്ങളിൽ നമ്മുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു പേര് IPL ആണ്. IPL നമ്മൾ ഫ്ലാറ്റ് പിച്ചുകൾ, ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന പേസും ബൗൺസും ഒക്കെ ഉള്ള ട്രാക്കിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടുന്നു. ഇതാണ് എല്ലാവരും പറയുന്ന പരാതി. ഈ പരാതിക്കകത്ത് ഒരു പരിധി വരെ കഴമ്പുണ്ട്. കാരണം ഇപ്പോൾ ഈ ശിവം ദുബെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വെടിക്കെട്ട് താരമായിട്ടുള്ള ശിവം ദുബെ വിദേശ സാഹചര്യത്തിൽ ചെന്ന് ശരിക്കും കഷ്ടപ്പെടുകയാണ്. സ്പിന്നർമാർക്കെതിരെ എനിക്ക് തോന്നുന്നു 1-2 6 ഒഴിച്ച് നിർത്തിയാൽ ദുബൈയൊക്കെ കഷ്ടപ്പെടുന്നു. അതിനിടയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അഭിഷേക് ശർമ്മ, പല താരങ്ങളുടെയും കാര്യം എടുത്താൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നമ്മൾ വലിയ സ്കോറുകൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ
വരാൻ പോകുന്ന സീസണിലെങ്കിലും നമ്മുടെ ബോളർമാർക്കും കൂടി അല്പം കൂടി മേധാവിത്വം നൽകുന്ന ട്രാക്കുകൾക്ക് പ്രസക്തി വരുന്നില്ലേ? അതെ, തീർച്ചയാണ് അതുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ IPL തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ IPL കളിച്ചിട്ടായാലും നമ്മൾ നേടിയിട്ടുണ്ട്. അവിടെ പ്രശ്നം അതല്ല. നമുക്ക് ആങ്കർ റോളിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആങ്കർ റോളിൽ നമുക്ക് ഒരു ബാറ്റർ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതായത് ഇതിപ്പോൾ ശരിയാണ്, T20 20 ഓവർ കളിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന തുടക്കത്തിൽ പവർ പ്ലേയിൽ വിക്കറ്റ് പോയാൽ എന്തു ചെയ്യും? പുതുതായിട്ട് വരുന്നവർ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. സമ്മർദ്ദത്തിന് അടിപ്പെടാതെ ഒരറ്റം സംരക്ഷിക്കാനും ഒരു കുറച്ചൊരു 150 സ്ട്രൈക്ക് റേറ്റിലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ സിംഗിളുകളും ഡബിളുകളും എടുത്ത് ഫോറും അടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ബാറ്റർ അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേ? ഉറപ്പായിട്ട് അതില്ല. നമ്മൾ വീണ്ടും ആ പഴയ പേരിലേക്ക് എത്തേണ്ടി വരുവാണ്. അതെ, ഗില്ലല്ലാണ്ട് അത് വേറെ പറയാൻ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓടിക്കും. പക്ഷെ വേറെ മാർഗ്ഗമില്ല. കാര്യം ഒരാൾ ആങ്കർ റോളിൽ ഉണ്ടെങ്കിൽ മറ്റേ സൈഡിൽ മറ്റേ ആൾക്ക് അടിച്ച് കളിക്കാം. അങ്ങനെ ഇത് ഈ പറയുന്ന പോലെ T20 20 ഓവറിൽ പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് അടിക്കണം നിർബന്ധമില്ല. അത് സ്ട്രാറ്റജി ചില സമയത്ത് തോൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൽ പരിക്ക് പറ്റുമ്പോഴോ മാറ്റേണ്ട സംഗതിയും കൂടെയാണ്. അല്ലാതെ എല്ലാ കാലത്തും ഒരേ സ്ട്രാറ്റജിയിൽ ആദ്യം പന്ത് മുതൽ തന്നെ അടിക്കണമെന്നുള്ള സ്ട്രാറ്റജി എല്ലാ കാലത്തും നടക്കണമെന്നില്ല. അല്ല, അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ 2024 T20 ലോകകപ്പിന്റെ ഫൈനല്. അതെ, വിരാട് കോഹ്ലി തുടക്കത്തിൽ അടിച്ചു കളിച്ചു. വിക്കറ്റുകൾ പോയതിനു ശേഷം വിരാട് കോഹ്ലി ട്രാക്ക് മാറ്റി. അതിന്റെ തെളിവ് തന്നെയായിരുന്നു അവസാനത്തെ ഇന്ത്യയുടെ വിജയം. നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. എങ്ങനെയാണ് വേഗത്തിൽ സ്കോർ ചെയ്യേണ്ടത്, എപ്പോൾ ഒന്ന് സ്ലോ ചെയ്യണം എന്നുള്ളതൊക്കെ അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ നോട്ടത്തിൽ അത് ചെയ്യാൻ പറ്റുന്നൊരു താരം ഗില്ലാണ്. അത് സെലക്ടർമാർ ബാക്കിയൊക്കെ അവരെ തീരുമാനിക്കട്ടെ. ഇനി വരാൻ പോകുന്നത് സിംബാബ്വെ സീരീസ് ആണ്. സിംബാബ്വെ ഇപ്പം പുതിയ ട്രോളുകളൊക്കെ വരുവാണ്. അയർലൻഡിനെ പോലെ സിംബാബ്വെയും ഇന്ത്യയെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു ജയം തരുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് സംഭവിക്കാതിരിക്കട്ടെ. ബാബർ അസമിനെ സിംബാബർ എന്ന് വിളിച്ച പോലെ ഇന്ത്യക്കാരെ വിളിക്കാതിരിക്കട്ടെ. പക്ഷേ അതിൽ എനിക്കൊരു ചെറിയ എതിരഭിപ്രായമുണ്ട്. ബാബർ അസം സിംബാബർ എന്ന് വിളിക്കുന്നത് വെറുതെയാണ്. കാര്യം ഇതൊക്കെ പറഞ്ഞാലും ബാബർ അസം സിംബാബ്വെക്കെതിരെ മാത്രമൊന്നുമല്ല, ക്വാളിറ്റി പ്ലെയറാണ്. നമ്മൾ കാര്യം പാകിസ്ഥാൻ പ്ലെയർ ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് അങ്ങനെ പറയാൻ കഴിയില്ല. ബാബർ അസം സിംബാബ്വെക്കെതിരെ മാത്രമൊന്നുമല്ല കളിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നെ ട്രോൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ വരും, സ്വാഭാവികമാണ്, അത് ഉണ്ടാവാം. പക്ഷേ ഇത് സിംബാബ്വെക്കെതിരെ എങ്കിലും ഒരു വിന്നിങ് സ്ട്രീക്കിലേക്ക് തിരിച്ചെത്തുക, അതാണ്. ഒരു കളി ജയിക്കുക, അവിടുന്ന് കാര്യങ്ങൾ മാറും. ഒരു കളി ജയിച്ചില്ലെങ്കിൽ മാറില്ല, ഇതുപോലെ തന്നെ നിൽക്കും. മാത്രമല്ല എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിട്ടും കാര്യമില്ല. തോറ്റുകൊണ്ടിരിക്കുന്ന ടീമിൽ എന്തൊക്കെ മാറ്റം വരുത്തി ആർക്ക് ഇന്നലെ ഇപ്പോൾ സഞ്ജു സാംസൺ വല്ലതും ചെയ്യാൻ കഴിയുമോ? അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് ഇന്നലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതോളം അദ്ദേഹം ചെയ്തു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തെ ഇന്നലത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ടീമിൽ കൊണ്ടുവന്നിട്ട് എന്താണ് മാറ്റം ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. സഞ്ജു അല്ല, സാക്ഷാൽ വിരാട് കോഹ്ലി പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും മിനിമം വൈഭവിനെ ഉൾപ്പെടുത്തുമ്പോൾ മിഡിൽ ഓർഡറിലേക്കെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ മിഡിൽ ഓർഡറിലുണ്ട് എന്താ പറയുക റൈറ്റ് ഹാൻഡർ ബാറ്റേഴ്സെങ്കിലും ഉണ്ടായേനെ. അതും ഉണ്ടായില്ല. പിന്നെ അതിനിടയ്ക്ക് ശിവം ദുബൈയെ മുകളിലോട്ട് കയറ്റി 2 കളികൾ, അതിനിടയ്ക്ക് ഹർഷിത് റാന മുകളിലോട്ട് കയറുന്നു. അതെ, ഇതൊക്കെ സംഭവിക്കുന്നു. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആരാധകരെന്ന നിലയ്ക്ക് നമുക്ക് ഇന്ത്യ ജയിക്കണമെന്നാണല്ലോ ആഗ്രഹം. ആ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് ഇന്ത്യയുടെ വിജയം ആഘോഷിച്ചോട്ടൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതെ, കാത്തിരിക്കാം. നമ്മൾ കുറച്ച് ചെയ്തു, ഇപ്പം കുറെ കാലമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തോൽവി. ശരി, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതിനുള്ള സാധ്യതകളിലേക്ക് മാറട്ടെ. നല്ലൊരു വിജയം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.